ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ അതേ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോണു. അപ്പോൾ സാധനങ്ങളൊക്കെ കുടുംബത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒതുക്കി വെക്കുക കേട്ടോ. ഇനിയൊക്കെ ഓരോന്നിൻ്റെ പാത്രത്തേക്ക് ആക്കി വയ്ക്കണം. മല്ലിയും മുളകൊക്കെ നമ്മൾ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി മല്ലിയൊക്കെ കഴുകി ഉണക്കിയിട്ടൊക്കെ പൊടിപ്പിക്കുക. അപ്പോൾ അതിന് വെയിലൊക്കെ തെറിച്ചിരിക്കുമ്പോൾ നാളെ ഞാൻ പണിയാണ്. വെയിലത്ത് ഇടണം മുളകൊക്കെ. അപ്പോൾ കുഞ്ഞോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുഞ്ഞോൾ എൻ്റെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൂത്തോൾ ട്യൂഷന് പോയിക്കാണ്, പൈസി മദ്രസയിൽ പോയിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഓരോന്ന് പൊട്ടിച്ച് ഓരോന്നിൻ്റെ പാത്രത്തേക്കൊക്കെ ആക്കി വയ്ക്കണം. ഇത് പഞ്ചസാര ആട്ടാണ് ഞാൻ ഒഴിക്കണത്. അത് കഴിഞ്ഞാൽ അരിപ്പൊടി അങ്ങനെ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ തിരീശ ഉണ്ടായിരുന്നുള്ളൂ, ഒക്കെ മേടിച്ചു. ഇപ്പോഴൊന്നും മേടിക്കണ്ടല്ലോ. ഇനി 2-3 മാസത്തേക്ക് ഇനി സാധനങ്ങൾ വേണ്ട. കുറേ ദിവസം നിൽക്കൂട്ടാ സാധനങ്ങൾ. പിന്നെ ഈ തക്കാളി, സവോള അങ്ങനത്തെ അത് മാത്രം പിന്നെ മേടിക്കണ്ടോ. ഞാനും കുട്ടികൾക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അടുക്കളയും കൂടി ഒന്ന് വൃത്തിയാക്കുക. അടുക്കളയിൽ ഈ ഫാബ്രിക്കേഷൻ്റെ പണി കാണുമ്പോൾ പുറമത്തെ ഭംഗി തന്നെ ഉള്ളൂ. ഉള്ളിൽ എന്താ അവസ്ഥ എന്ന് നോക്കന്നെ വേണം. കുറേ ആയിട്ടൊന്ന് നോക്കിയിട്ട് ഇനി അതൊക്കെ ഒന്ന് നോക്കി ഒക്കെ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളഞ്ഞ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതൊക്കെ ഒതുക്കി വയ്ക്കണം. ആകെ കച്ചറായി കിടക്കുന്നുണ്ടാവും. എന്നാ ചിട്ടാ വൃത്തിയാക്കിയിരിക്കുന്നത്? കുറേ ദിവസമായിട്ടാണ്. നോമ്പിൻ്റെ മുന്നേ വൃത്തിയാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. ഈ ഭംഗി കാണല്ലേ, പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. വൃത്തിയാ കുറേ ഒന്നുമില്ല കേട്ടോ. ഒത്തിരീശ ഉള്ളൂ. അതൊക്കെ ഒന്ന് അടിച്ച് കയറി അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തുടച്ചെടുത്ത് സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുക വേണ്ടോ. അപ്പോൾ ഒക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്ത് മാറ്റി ആകെ കൂറയായിട്ട്. അയ്യോ എന്തോരം കൂറയായിരുന്നു. എനിക്കാച്ചെങ്കിൽ കൂറേനെ ഭയങ്കര പേടിയായി. കൂറ അങ്ങോട്ട് ഒക്കെ എടുത്ത് മാറ്റിയപ്പോൾ അങ്ങോട്ട് വന്നു. എനിക്ക് പേടിയായി. ഓടിക്കളിയായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോയിലിട്ട് നിങ്ങൾ പിന്നെ കളിയാക്കുള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിലിട്ടില്ല. അപ്പോൾ ആ ഒരു കള്ളി വൃത്തിയാക്കി ഒക്കെ ഒതുക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ കള്ളിയും കൂടി വൃത്തിയാക്കണം. അത് കുറേ കിട്ടിയിട്ട കച്ചറകൾ കാണിച്ചു തരും നിങ്ങൾക്ക്. ഇഷ്ടം പോലെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോറി ഈ എട്ടുകാലി ഒക്കെ ഉണ്ട് ഇതിനുള്ളിൽ. കേച്ചെങ്കിൽ അങ്ങനത്തേനൊക്കെ പേടിയാണ്. എട്ടുകാലി, കൂറ, തവള അങ്ങനത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനവിടെ ഓടിക്കളി. പിന്നെ ഓരോന്നിൻ്റെ മുകളിലാവും ഞാൻ. അതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടങ്ങളെ. ഞാൻ അവിടെ ഓടിക്കളിക്കാൻ നിൽക്കുക. ചീത്ത പറയുന്നുണ്ട്. എന്തിപ്പോൾ ഇത്ര പേടി എന്നൊക്കെ ചോദിക്കുക. എനിക്ക് പേടിക്ക് പേടി കേട്ടോ അങ്ങനത്തൊക്കെ. അപ്പോൾ കണ്ടില്ലേ, എട്ടുകാലിനെ നോക്കിയിട്ട് ഞാൻ പേടിച്ചിട്ട് നോക്കി നിൽക്കുക. എന്നിട്ട് ഞാൻ കനം കൊണ്ടൊക്കെ അത് കളച്ചു. എന്നിട്ട് ഞാൻ ഒതുക്കി വെച്ചു. അങ്ങനെ കണ്ടു അങ്ങനെ നോക്കിക്കും. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അതിൻ്റെ ഉള്ളൊക്കെ തുടച്ച് ഒക്കെ സെറ്റാക്കി വെച്ചു. ഇതൊക്കെ വെള്ളം കൊണ്ടാണ് കുപ്പിയാട്ടത്. അപ്പോൾ അത് കളയില്ല. ബാക്കി വെളിച്ചെണ്ണ ഞങ്ങൾ പാക്കറ്റ് മേടിക്കില്ല. ഈ ആട്ടണ വെളിച്ചെണ്ണ ഞങ്ങൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ആ കുപ്പികൾ തന്നെ ഇഷ്ടംപോലെ കണ്ടില്ലേ. ഈ വെളിച്ചെണ്ണ കഴിഞ്ഞാൽ വേറെ കുപ്പി മേടിക്കില്ലേ. അപ്പോൾ അത് അങ്ങനെ തൂക്കിടും, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടും. അപ്പോൾ അതെടുത്തപ്പോൾ കുറേ കുപ്പിയുണ്ട്. ഇനി അതൊക്കെ ചാക്കിലാക്കിയിട്ട് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് വിൽക്കാൻ വരില്ലോ. കുറേ വിൽക്കാനല്ല, പ്ലാസ്റ്റിക് ഉണ്ടോ ചോദിച്ചിട്ട് പഴയ സാധനങ്ങൾ. അപ്പോൾ അവറ്റേക്ക് കൊടുക്കാൻ വെച്ചിട്ട് അതൊക്കെ ചാക്കിലാക്കിയിട്ട് ഞാൻ തറവാട്ടിലെ കോഴിക്കോടിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ച് വാരി വൃത്തിയാക്കി ഇട്ടു. അപ്പോൾ ഞാനതൊക്കെ അടിച്ച് വാരി കൂട്ടിയിട്ട് ഇട്ടാ. അങ്ങനെ ഇനിയുണ്ട് പണികൾ. ഇതൊക്കെ കൊണ്ടുപോയിട്ടിട്ട് കത്തിക്കണം. അപ്പോൾ ഇക്ക ചോദിക്കുകയാണേ, എന്താ ഇതൊക്കെ ഈ കുടുംബത്തുണ്ടായിരുന്ന സാധനങ്ങൾ ഇതൊക്കെ ഇവിടെ ഇരുന്ന് ഈ പറക്കിയെടുത്ത് കൊടുത്തിട്ടേക്കണെന്നൊക്കെ ചോദിക്കുക. ഞാൻ പറഞ്ഞേ പറക്കിയിട്ടത് തന്നെയല്ല, ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അത് കിട്ടണ്ട. അവിടേക്ക് തിരികല്ലേ ഒക്കെ ഞാൻ അക്കാട് പറയുകയാണേ. ഒക്കെ എന്നെ അന്താളിച്ചു. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണോ ചോദിക്കുകയാണേ. അങ്ങനെ അകത്തത്തെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കത്തിക്കണം. അങ്ങനെ ഞാൻ അകത്തൊക്കെ അടിച്ചു വരി കൊണ്ടുപോയി പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ തീയിടണം. കുഞ്ഞോളാച്ചെങ്കിലോ കൂറേനെ പേടിച്ചിട്ട് ആകെ കരച്ചിലായിരുന്നു. അവൾ പേടിച്ചിട്ടാണ് അവിടെ നിൽക്കണത്. കൂറ അവളെ കാലുമ്മ വന്ന് കയറി. അപ്പോൾ ആകെ പേടിയായി കുട്ടിക്ക്. അങ്ങനെ ഇരുന്നു. അത് 5-8 ഉണ്ടായിരുന്നു കൂറോള്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ടാണ് ഒക്കെ എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ചു. കണ്ടില്ലേ, എല്ലാം അത് ഒതുക്കി വെച്ചു.
ഇനി ജസ്റ്റ് ഒന്ന് തുടയ്ക്കണം. അത് ഞാൻ എപ്പോഴും അതെ 2 നേരം തുടയ്ക്കും, ഉച്ച കഴിഞ്ഞാൽ ഒന്ന് തുടയ്ക്കും. അപ്പം മുറ്റത്ത് കുറേ കൊണ്ടുപോയിട്ടുണ്ട് ചപ്പും ചവറും ഇതൊക്കെ. അപ്പോൾ അതൊക്കെ തീയിടാണ്. പിന്നെ വെള്ളം മേല് കഴുകി കൊടുക്കണം. എൻ്റെ പിന്നാലെ നടക്കുക. 2 ആളും ഇല്ലല്ലോ, ട്യൂഷന് പോയി, മദ്രസയിൽ പോയി. ഒരാൾ പൈസ ഇപ്പോൾ വരും കേട്ടോ, വരാറായി തുടങ്ങി. അപ്പോൾ ഇതിന് മുന്നിലുള്ള മേലൊക്കെ കഴുകി, എനിക്കും മേല് കഴുകണം. കുളിച്ചതാ, പിന്നെ ആകെ വയർത്ത് കുളിച്ചു. ഈ പരക്കമ്പാനെ പണിയാണേ. നല്ലൊരു ആനയും പിടിച്ചുവിട്ടാ ഞാൻ. ഒക്കെ സെറ്റായി അത് കാരണം. ഇനി അവളെ മേല് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ കാര്യം സെറ്റാവും. ആകെ ചളിയാ, മണ്ണിൽ കളിക്കുക, പിന്നെ എന്തെങ്കിലും തിന്ന് കഴിഞ്ഞാൽ മേല് വെച്ച് തേക്കുക. അതൊക്കെയാണ് കുഞ്ഞോളെ പണി. അപ്പം അത് കഴിഞ്ഞു. അങ്ങനെ തീ ഇട്ടിട്ട് അടുത്ത് നിൽക്കാൻ പറ്റില്ല. എന്താ മുഖത്തേക്ക് ഇങ്ങനെ ആവി എടുക്കണേ. തീ കത്തിച്ച് മരിക്കണവരൊക്കെ സമ്മതിക്കണല്ലേ. അങ്ങനെ ഒന്നും ആർക്കും തോന്നിക്കാതിരിക്കട്ടെ. അതിനിപ്പോൾ അവളെ മേല് കഴുകി കൊടുക്കുകയാണ്. ആകെ കൂറ പിടിച്ചിട്ട് പെണ്ണ് നിൽക്കണത്. ആകെ വെള്ളത്തിൽ കളി ഒക്കെയാണ് അവളുടെ പണി. അപ്പോൾ മേലൊക്കെ കഴുകി കൊടുത്തു. എന്തൊക്കെയാണ് കോപ്പറാട്ടിത്തരം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് ചിരി ഉണ്ടാവൂലേ. കിട്ടുന്ന വെല്ലത്തിയും അറിയണേ. ഡാൻസ് കളിക്കുക. അപ്പം നിങ്ങൾക്കിത് അറിയും വിചാരിക്കുന്നു. സീതാമണിപ്പഴം എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റല്ലേ അത് കഴിക്കാൻ. അപ്പോൾ ഇവിടെ ഈ വളപ്പിലുണ്ടായതാണ്. അപ്പോൾ അവൾക്ക് കൊടുത്തു. അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ അവൾ കഴിക്കുന്നുണ്ട്. പൈസ മദ്രസ വിട്ട് വന്നിട്ട് അവന് മോതിരം വേണം പറഞ്ഞിട്ടൊക്കെ അളവ് നോക്കുക കയ്യുമ്പത്തെ. മേടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അവനേ നല്ല വാശിയാണ്. പറയണ സാധനങ്ങൾ അപ്പം കിട്ടിയിട്ടേ നല്ലോണം തരം കണ്ടുപോകാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഇനി പറയുമ്പോൾ അപ്പം തന്നെ മേടിച്ചു കൊടുക്കണ്ട, 2-3 ദിവസം കഴിഞ്ഞിട്ട് മേടിച്ചു കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശീലാവുള്ളേ. അങ്ങനെ ഇതാ തുടക്കുകയാണ് ഞാൻ. തുടക്കൽ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ക്ഷീണമായി, വയ്യാണ്ടായിട്ടാ. പെരക്കം പറഞ്ഞ പണിയല്ലേ ചെയ്തത്. ഇങ്ങനെ അപ്പുറം കട്ടി പണിയാറില്ല ഞാൻ. അയ്യോ, ഞാൻ കൊടുക്കുമ്പോഴത്തേനൊക്കെ കഴിക്കണ്ടേ. അല്ലെങ്കിൽ ഇത് നേരം മൂന്തിയാകുമ്പോഴും ഈ അടിക്കലും തുടക്കലൊക്കെ ആൾക്കാരെന്താ വിചാരിക്കുക. അപ്പോൾ വേഗം ഞാൻ പിന്നെ യാസീൻ ഓതണം, ദിക്ർ എല്ലണം, നിസ്കരിക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ സെറ്റായിട്ടോ. പിന്നെ പണിയൊന്നുമില്ല. പിന്നെ കുട്ടികൾ ഡ്രസ്സ് തേക്കുക, അങ്ങനത്തെ യൂണിഫോമൊക്കെ തേച്ച് വയ്ക്കുക വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക, ഒക്കെ ശരിയാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ല വീഡിയോ ആയിട്ട് പിന്നെ വരാം. അസ്സലാമു അലൈക്കും.